ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ 65യുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക. ആ ബൗളിലേക്ക് ഞാനിപ്പം ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചേർക്കുന്നുണ്ട്. ഇതിന് ബോൺലെസ് ചിക്കൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എല്ലുള്ള കഷ്ണങ്ങളിലും ഈ ഒരു 65 ഫ്രൈ റെഡിയാക്കി എടുക്കാം. പക്ഷേ അധികം വലുപ്പത്തിൽ കട്ട് ചെയ്യാതെ നോക്കണം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം മാരിനേഷനാണ് ചെയ്യാനുള്ളത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴാണ് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. കടായി ഒന്ന് ചൂടാവട്ടെ. കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നാടൻ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചിക്കനായിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ചിലെ ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് അളവിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറിയുള്ളി ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, കുറച്ചൊരു 2-3 മതിയാവും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ചില ആൾക്കാർക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കടിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ 2 സോസ് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. റെഡ് ചില്ലി സോസിന് ചെറുതായിട്ടൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അത് മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം.
ഇപ്പോൾ സോസിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ 65 ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഉണ്ടാവുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്